ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് നല്ല ഒരു മധുരമായാലോ ഒരു റെഡ് വെൽവെറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയും കൂടെ തന്നെ ഒരു ചെറിയ വ്ളോഗ് ഒന്ന് നമ്മൾ പുറത്തേക്ക് പോയതാണ്. അപ്പോൾ അതുകൂടെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ റെഡ് വെൽവെറ്റ് മിൽക്ക് കേക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം തന്നെ ഒരു ബട്ടർ മിൽക്കാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒരു ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ നാരങ്ങ നീരും കൂടെ നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് സമയം അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതിൽ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തിലേക്ക് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ വെച്ചിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടോ ഒക്കെ നല്ലതുപോലെ ഒന്ന് ഫോമാക്കി എടുത്താലും മതിയാകും. നല്ല ഒരു ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എഗ്ഗും അതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതുപോലൊരു ഫോമായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതേ ബൗളിൽ തന്നെ എടുത്താൽ മതിയാകും കേട്ടോ. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അര കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നിങ്ങനെ വടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കപ്പ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കുമിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കൃത്യമായ അളവ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അതായത് 1/8 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഇഴയകുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ അരിപ്പയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ സീവ് ചെയ്തെടുത്താൽ മതിയാകുവേ. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒരു സ്റ്റാപ്പിൽ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു തടിത്തവി ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. മിക്സാക്കുന്ന സമയത്ത് ഒരേ സൈഡിലേക്ക് തന്നെ മിക്സാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ഫുഡ് കളറാണ് കേട്ടോ. ഞാൻ എല്ലാം ഫോസ്റ്റർ ക്ലാക്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മിൽക്കൊക്കെ ഇപ്പോൾ നല്ല ഫോമായിട്ട് വന്നിട്ടുണ്ടാകും. അതുകൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അത് പ്രീഹീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അതും പ്രീഹീറ്റ് ചെയ്തിടണം. അപ്പോൾ നമ്മൾ ഓവനിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ ഓയിലിട്ടിട്ട് അതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഇതേ സെയിം മെത്തേഡ് തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്നാക്കി എടുക്കുക. ഗ്യാസ് ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പാൻ നല്ലതുപോലെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഓവനിലാണെന്നുണ്ടെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് സമയം OTG ഓവനാണ് കേട്ടോ ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഗ്യാസിൻ്റെ ചൂട് അതുപോലെ തന്നെ ഓവൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ഒരു കണക്ക് പറയുന്നത്. ഇനി നമ്മൾ പാനിലാണെന്നുണ്ടെങ്കിൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഓവനിലാണ് എന്നുണ്ടെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 15 മുതൽ 25 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പാനിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് തീർച്ചയായും നിങ്ങൾ പല വീഡിയോസിലും കണ്ടതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാതിരുന്നത്. ഒരു പാൻ വെച്ച് കൊടുക്കുക. ഉപ്പൊന്നും അതിനകത്തേക്ക് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒരു റാക്ക് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏത് ടിന്നാണോ ബേക്ക് ചെയ്യുന്നത് അത് ഇറക്കി വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 18 മിനിറ്റ് സമയമാണ് എൻ്റെ ഓവനിൽ എടുത്തിരിക്കുന്നത്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ബെറ്റി ക്രോക്കേഴ്സിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വിപ്പിംഗ് ക്രീം അല്ല, വിപ്പിംഗ് പൗഡറാണ് കേട്ടോ. 35 ഗ്രാമാണ് ഒരു സാക്കറ്റിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 115 ml മിൽക്കാണ് 35 ഗ്രാമിന് നമുക്ക് വേണ്ടത്. ആ ഒരു പാല് കൂടെ നമുക്ക് നല്ല തണുത്തിരിക്കുന്ന പാല് വേണം. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ്.
അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നല്ലൊരു സ്റ്റിഫ് പീക്കാകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ബീറ്ററിലും അതുപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. കുറച്ച് മെനക്കേടാണ് വിസ്ക് വെച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല സ്റ്റിഫ് പീക്കായിട്ട് തന്നെ നമുക്ക് ഫോർക്ക് വെച്ച് ചെയ്താലും കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ മെഷർമെൻറ്റിൽ ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഒരു കേക്കും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ചെയ്യുന്ന പാൻ തന്നെ നമ്മൾ ചെയ്തില്ലേ, ഒരു പാനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മോൾഡിലോ ഒക്കെ ഇട്ട് ചെയ്തില്ലേ, അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ കേക്ക് വെക്കുക, ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കുതിർത്തിയെടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര പീസ് കേക്ക് ഉണ്ടോ അത് ഇതുപോലെ ഓരോന്നും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ കേക്ക് ലെവൽ ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളൊരു ചൂട് ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഒരു ക്രംസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്തയോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കേക്കിനൊക്കെ ടോപ്പിങ്സ് ചെയ്യുന്ന സ്പ്രിങ്കിൾസ് ഇല്ലേ, അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണോ ആ ഒരു രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാലിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അതിൽ നിന്നും ഒരു സ്ലൈസ് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗാർണിഷിങ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മിക്സിലേക്കും ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചറിലുള്ള ഒരു രീതിയിലും പരാജയപ്പെടുത്തില്ല കേട്ടോ. നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കിനും ഒരു ആലോചന വന്നതാണ് തട്ടുകടയിൽ പോയി ഫുഡ് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ സൂറിൽ ഒരു തട്ടുകടയുണ്ട് കേട്ടോ. സെൽഫി തട്ടുകട എന്നാണ് പേര്. സംഭവം നല്ല കിടുക്കാച്ച സംഭവമാണ്. കാണാൻ വലിയ ഇതായിട്ടൊന്നുമില്ല, ചെറിയൊരു സംഭവമാണ്. പക്ഷേ അതിനകത്ത് കിട്ടുന്ന ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ഫുഡാണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് നല്ല മൂല്യം കൊടുത്ത് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡാണ്. അതായത് വിലയുടെ കാര്യത്തിൽ വളരെ കുറവാണ്. നമുക്ക് ബീഫും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു പോർഷനും കൂടെയാണ് ഈ ഒരു കടയെന്ന് പറയുന്നത്. അപ്പം സൂറിലുള്ളവർക്ക് നല്ല ഒരു സ്പോട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സെൽഫി തട്ടുകട. അപ്പം നമ്മളിത് അതിനകത്ത് കയറിയിട്ടുള്ള നമ്മുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് കയറുന്നത് നമ്മൾ ആദ്യം ഫാമിലി റൂമിൻ്റെ ആ എൻട്രൻസിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനാണ് ഇതൊക്കെ കാണുന്നത്. എന്താ പറയുക, നല്ല ഒരു കെട്ട് വെള്ളത്തിനുള്ളിൽ കയറുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ ഒരു കടയിലേക്ക് കയറിയപ്പോഴത്തേക്കിനും തോന്നിയത്. ഈ ഒരു പോർഷൻ മൊത്തം ഒരു വള്ളത്തിൻ്റെ ഒരു പോർഷനായിരുന്നു. റാന്തൽ വിളക്കുകളും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ഒരു സ്പോട്ട്. കഥകളിയുടെ പിക്ചറും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിപ്പട്ടം കെട്ടിയിരിക്കുന്നതും നമ്മൾ വെള്ളത്തിൽ നീന്താൻ പോകുന്ന സമയത്തൊക്കെ കാണുന്ന ആ ഒരു ഇതും എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു സെറ്റപ്പ്. നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ കയറുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു രീതിയിലായിരുന്നു. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നല്ല കേട്ടോ. ഇതാണ് ഇവരുടെ മെനു. ഇങ്ങനെയാണ് അതായത് അവരുടെ എന്തൊക്കെയാണോ ഇന്നത്തെ സ്പെഷ്യൽ അതെല്ലാം കൂടെ അവരിങ്ങനെ കറക്റ്റ് കാണിക്കും. നമുക്കതിൽ നിന്ന് ഇഷ്ടമായത് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് അതിൻ്റെ സൈഡിലൊക്കെയുള്ള സംഭവം എഴുത്തുകളാണ് കേട്ടോ. നല്ല ഭംഗിയിലും നല്ല രസമായിട്ടും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ ചൊല്ലുകൾ നല്ല രസത്തിൽ അവരുടേതായ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആംബിയൻസ്. അപ്പം നമുക്ക് ഫുഡ് വരുന്നതിന് മുമ്പായിട്ട് ഉള്ള കാര്യങ്ങളാണിത്. ഇനി ഫുഡൊക്കെ കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പാലപ്പം, പൊറോട്ട, പിന്നെന്താ പറയുക, മട്ടൻ്റെ ഒരു പെരട്ട്. ഇന്ന് ബീഫ് എടുത്തില്ല. ഇവിടുന്ന് എപ്പോഴും കഴിക്കുന്നത് ബീഫാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ബീഫ് ഇവിടുന്ന് നമ്മളിനി എത്ര ഉണ്ടാക്കിയാലും ഇതുപോലൊരു ടേസ്റ്റ് വരത്തില്ല. അത്രയ്ക്ക് സംഭവമാണ് ഇവിടുത്തെ ബീഫ്. ഇന്നത് വാങ്ങിച്ചില്ല. മട്ടൻ്റെ പെരട്ട്, ചിക്കൻ വാഴയിലയിൽ പൊരിച്ചെടുത്തത്, പിന്നെന്താണ് താറാവ് മപ്പാസ്. ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല, ഇത്തവണയും കഴിച്ചില്ല. ഇക്കാന് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. എന്തായാലും മോനും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയുക, ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ വാങ്ങിച്ചുള്ളൂ. ടൈമും ഒത്തിരിയായി. പിന്നെ നമ്മൾ ബീഫ് എടുത്തിട്ടുമില്ല. പിന്നെ സീ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമുക്ക് എന്താ പറയുക, ഇത്തവണ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ അവിടെ കക്ക ഇറച്ചി, കൂന്തൽ അതൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ ദിവസം അത് അവിടുത്തെ സ്പെഷ്യൽ അല്ലായിരുന്നു.
അപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. ഞാൻ ഉദ്ദേശിച്ചത് കൂന്തലിൻ്റെ തോരൻ, റോസ്റ്റ്, പിന്നെ ചെമ്മീൻ തവ ഫ്രൈ അതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ വ്യാഴാഴ്ചയാണെന്ന് അവരുടെ കൂടുതൽ ഇതായിട്ട് സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ആ ഫസ്റ്റ് കണ്ടില്ലേ, അപ്പോൾ അവിടെ ആ ചായ അടിക്കുന്ന സ്ഥലത്ത് ആൾ നമ്മളെ നോക്കി തന്നെ നല്ല പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒമാനിൽ സൂറിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽഫി തട്ടുകട ആ ഒരു സ്പോട്ട് മറക്കണ്ട കേട്ടോ. നല്ല വെർത്ത് തന്നെയായിരിക്കും പോകുന്നവർക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഫ്ലാറ്റ്. ഇതിൻ്റെ 2ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഫ്ലാറ്റിന് നേരെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് ഇവിടുത്തെ ഒരു 4ാമത്തെ വലിപ്പമുള്ള പള്ളി എന്ന് തന്നെ പറയാം. മസ്ജാമ മറിയോ എന്നാണ് ഈ പള്ളിയുടെ പേര്. അപ്പോൾ അത് എനിക്ക് അകത്ത് നിന്ന് തന്നെ ഈ ഒരു പള്ളി കാണാൻ പറ്റും കേട്ടോ. ഫ്ലാറ്റൊക്കെ ചെറിയൊരു ഫ്ലാറ്റാണ്, ഒത്തിരി വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു ഫ്ലാറ്റ്. പിന്നെ ഞങ്ങളും 4 പേരല്ലേ ഉള്ളൂ, ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു രസം. ഇതിങ്ങനെ കയറി പോകുക എന്നുള്ളത് ഇച്ചിരി ഒരു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആര് ചെന്നെന്ന് പറഞ്ഞാൽ നമ്മളെ അല്ലാതെ താക്കോല് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും അവിടെ പോയി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കിടന്നതാ ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയോ വ്ളോഗോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.